ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അഗെയിൻ ഒരു ആമസോൺ ഔട്ട്ഫിറ്റ് സ്റ്റൈലിംഗ് ആണ്. അതായത് ഒരു 1000 റുപ്പീസിന് നമുക്ക് കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്, അതൊരു കാഷ്വൽ ഔട്ട്ഫിറ്റ് എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ്. അതിൽ ഡ്രസ്സ് ഉണ്ട്, ബാഗ് ഉണ്ട്, ചെരുപ്പുണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ നോക്കുന്നത്. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ് ആൻഡ് വിത്ത് ആമസോൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഔട്ട്ഫിറ്റാണ്. ഒരു ഡ്രസ്സ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റൈൽ ചെയ്ത് തുടങ്ങാനല്ലേ. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് ഇടുന്നതെന്ന് നോക്കിയിട്ട് വേണം നമുക്കത് സ്റ്റൈൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാഷ്വൽ വെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എലഗൻറ്റ് ഒരു നോർമൽ ഡെയിലി വെയർ ലുക്കിൽ വരുന്ന ഒരു സിമ്പിൾ ടോപ്പ്, സ്ലിറ്റഡ് അല്ല, ഒരു അംബ്രല്ല കട്ടിങ്ങിൽ വരുന്ന ഒരു ടോപ്പാണ് ഇന്ന് ഓർഡർ ചെയ്തത്. ആൻഡ് യെസ്, ദിസ് ഈസ് ദ ടോപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ടോപ്പ്. ഇതിനൊരു ഡബിൾ ഫ്രിൽസ് ഒക്കെ വരുന്നൊരു കൈൻഡ് ഓഫ് സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ പ്ലെയിൻ ആണ്, ബാക്കിൽ എലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ. ആൻഡ് ഇതിൻ്റെ സൈസ് സ്മോൾ ആണ്, പക്ഷെ എനിക്ക് ലൂസാണ്. ഞാനിത് ബാക്കിൽ ക്ലിപ്പ് ചെയ്തിട്ടാണ് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാൻ പോണേ. ആൻഡ് അംബ്രല്ല കട്ടിങ് ആണ്, നല്ലൊരു ക്ലോത്ത് ആണ്. ആൻഡ് എനിക്കൊക്കെ ഇല്ലാത്തൊരു ഷെയ്ഡാണ്, ഒരു ഓറഞ്ച്, നല്ലൊരു ഓറഞ്ചാണ് കേട്ടോ. ഇത് കണ്ണിൽ കുത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കളറിൽ ഷെയ്ഡിൽ കാണുന്ന പോലത്തെ ഒരു ഓറഞ്ച് അല്ല, ഇവിടെ കാണില്ല, ഈ ഓറഞ്ച് ആട്ടോ, ഈ ഓറഞ്ച് അല്ല. അപ്പോൾ ഇത് എല്ലാം ഒരു കളറാണ്, പക്ഷെ ലൈറ്റ് അടിക്കുന്ന കാരണമായിരിക്കാം മേ ബി കുറച്ച് കളർ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ആക്ച്വലി വരുന്നത്. നല്ല ഷെയ്ഡാട്ടോ, നല്ല അങ്ങനെ എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഓറഞ്ചാണ്. ഡാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ബേൺഡായിട്ട് നിൽക്കുന്ന ഒരു ഓറഞ്ച് അല്ല. ആൻഡ് ഇത് ഫുൾ ലെങ്ത് ആണ്, ഫുള്ളല്ല, ഒരു 3/4 ലെങ്ത്തിലാണ് ഇത് വരണേ. വാടാമല്ലിയുടെയൊക്കെ ഒരു മജന്തയില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ ഡോട്ട്സ് വന്നിട്ടുള്ളത് ഫ്ലവറിൻ്റെ കൂടെ. ആൻഡ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അല്ല, ആകെ ഒരു ഔട്ട്ഫിറ്റേ ഉള്ളൂ. ഈ സിമ്പിൾ ടോപ്പിട്ട് ഇടയിൽ പിന്നെ പാൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ ഏതെങ്കിലും ഷോർട്ട്സ് ഇട്ടിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇതിന് വേണ്ടി ബാക്കി ഐറ്റംസ് വാങ്ങി നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. സോ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിന് വേണ്ടിയിട്ട് സ്റ്റൈൽ ചെയ്യാൻ നല്ലൊരു സാൻഡലാണ് നോക്കിയത്. അങ്ങനെ ഓറഞ്ച് ഷെയ്ഡിലാണ് ഞാനത് ഓർഡർ ചെയ്തത്, പക്ഷെ വന്നപ്പോൾ റെഡ് ഷെയ്ഡായി. ബട്ട് സ്റ്റിൽ കൊള്ളാം, ഒരു കാഷ്വൽ, ഒരു നോർമൽ ലുക്ക് ഉണ്ട്. അങ്ങനത്തെ ഒരു ചെരുപ്പാണ്. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ അത്ര ഇഷ്ടമല്ല. ഞാൻ വിവാറ് അല്ലെങ്കിൽ ഫിംഗേഴ്സിൽ ക്രോസ് ചെയ്യുന്ന ടൈപ്പ് യൂസ് ചെയ്യാറില്ല. കൂടുതലും ഷൂ ടൈപ്പ്, അതല്ലെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് ഇല്ല, അങ്ങനത്തെ ടൈപ്പൊക്കെ യൂസ് ചെയ്യാറ്. പക്ഷേ ഇങ്ങനത്തെ സ്റ്റൈൽസൊക്കെ കാഷ്വൽ വെയേഴ്സിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കി സ്റ്റൈൽ ചെയ്യാവുന്ന നല്ലൊരു ഐറ്റമാണ്. എനിക്കിത് പെർഫെക്റ്റ് മാച്ച് അല്ല, പക്ഷേ കഴിച്ചൂട്ടബിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. നമ്മളിൽ വേറെ ചെരുപ്പുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ചെരുപ്പിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങി ആ ഒരു എമൗണ്ട് ബാലൻസ് ചെയ്യാം. സോ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല ഇതിന് മാച്ച് ആണെന്ന് ചോദിച്ചല്ല, പക്ഷേ ക്വാളിറ്റി വൈസ് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഫൈനലി എന്നെ ഞെട്ടിച്ചു കൊണ്ട് വന്നൊരു സംഭവമാണ്. എനിക്ക് ഇപ്പോൾ ഞാൻ പൊതുവേ ബാക്ക് പാക്സ് യൂസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ പണ്ടോട്ടുള്ള വാട്ട്സ് ആൻഡ് മൈ ബാഗ് കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വാട്ട്സ് ആൻഡ് മൈ ബാഗ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ടോട്ട് ബാഗ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം, എനിക്ക് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തത്. അല്ലാണ്ട് ഞാൻ ആ സാധനം ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോൾ ടോട്ട് ബാഗ്സ് ആണല്ലോ കൂടുതൽ ട്രെൻഡ്. ടോട്ടെ ബാഗ് എന്നും പറയാറുണ്ട് കേട്ടോ. ഏജ് വൈസ് അല്ല, എല്ലാവരും യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ട്രെൻഡിനൊപ്പം നമുക്ക് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായി ഒരു ടോട്ട് ബാഗ് ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ആൻഡ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല, സൂപ്പർ ക്വാളിറ്റിയിലും അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു കിഡ്ലൻ ബാഗാണിത്. ഒരു ബേജ് ഷെയ്ഡിൽ, ഇതിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതിൽ കൊള്ളും. അതാണ് ഇത് കണ്ടത്. ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതൊന്നും കൂടാണ്ട് സെൻറ്ററിൽ നമുക്കൊരു സിപ്പ് ഓപ്പണിങ് വരുന്നുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, എന്തൊരു സ്പേസാന്ന് നോക്കിയാൽ, ഇത്രയും സ്പേഷ്യസ് ആണ് നമ്മുടെ ബാഗ്. സോ അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. ആൻഡ് ഞാൻ ഇതിൽ ഫിൽ ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് വാട്ട്സ് ആൻഡ് മൈ ബാഗായിട്ടും ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ക്യാരി ചെയ്യുന്നതെന്നുള്ളതും ആൻഡ് ഇത് എത്ര വെയിറ്റ് ഇത് ഹോൾഡ് ചെയ്യുന്നുള്ളത് മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബാഗിൽ കൊള്ളുന്നതിൻ്റെ ഇരട്ടി ഇതിലേക്ക് ആഡ് ചെയ്യണ ഒരാളാണ്. സോ ഐ തിങ്ക് എനിക്കിത് കുറച്ച് സ്പേഷ്യസ് ആണ്. പക്ഷെ അത് എത്രത്തോളം ഇത് വർത്താണ് അല്ലെങ്കിൽ എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ളത് ഞാൻ പിന്നീട് റിവ്യൂ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് സ്റ്റൈൽ ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ പോയിട്ട് കണ്ടിട്ടോ. കാഷ്വൽ ഔട്ട്ഫിറ്റ് സ്റ്റൈലിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കോമൺ ആയിട്ട് റെഗുലർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.